Stories of the Son of Man, stories of a Savior, holiness with human hands, treasure for the traitor. No ear had heard, no eye had seen the image of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടു, പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. അവൻ വളർന്നു. ആട്ടിടയന്മാർ, ദൈവദൂതന്മാരുടെ സന്ദേശമനുസരിച്ച് ആട്ടിടയന്മാർ വന്ന് യേശുവിനെ കണ്ട്, പുൽത്തൊട്ടിയിൽ യേശുവിനെ കണ്ട് അവനെ നമസ്കരിച്ചതായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. ഇനിയും അനേക കർത്താവ് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനേകം പ്രവചനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മീഖ പുസ്തകത്തിൻ്റെ 5:2 വാക്യത്തിലുള്ള നമ്മൾ കാണുന്ന യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ നിവൃത്തിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഈ വാക്യത്തിനോട് അടിസ്ഥാനപ്പെട്ട് എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇതിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ജനിച്ചു, അവൻ വളർന്നു. ആ സമയത്ത് ഹെരോദ രാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. കാരണം ഒരു കുഞ്ഞ് രാജാവായിട്ട് ജനിച്ചെങ്കിൽ അത് ജനിക്കേണ്ടത് കൊട്ടാരത്തിലാണ്. അപ്പോൾ വിദ്വാൻമാർ കിഴക്ക് ഒരു രാജാവ് ജനിച്ചതായിട്ട് അവർക്ക് മനസ്സിലായി. അവർ വിദ്വാൻമാരാണ്. അതുകൊണ്ട് അവർ കിഴക്ക് നിന്ന് യാത്ര ചെയ്ത് യെരുശലേമിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു മഹാരാജാവായിട്ട് ജനിച്ചതുകൊണ്ടാണ് എല്ലാ രാജാക്കന്മാരും ജനിക്കുമ്പോൾ കിഴക്ക് നിന്ന്, അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു രാജ്യത്ത് ജനിക്കുമ്പോൾ അന്യരാജ്യങ്ങളിൽ നിന്ന് ഒന്നും വന്ന് ആരും അവനെ നമസ്കരിക്കുവാനായിട്ട് വരാറില്ല. അങ്ങനെയൊന്നും. ഇത് രാജാവായി പിറന്ന ഒരു വ്യക്തിയുടെ അവൻ്റെ നക്ഷത്രം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് വിദ്വാൻമാരെ കിഴക്ക് നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹെരോദാവ് അത് കേട്ടിട്ട് അവൻ ഭയന്നു, അവൻ ഭ്രമിച്ചു. അവനൊരു വളരെ ക്രൂവലായിട്ടുള്ള ഒരു രാജാവായിരുന്നു എന്നുള്ളത് അവൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം മക്കളെ പോലും കൊന്ന രാജാവാണ് ഈ ഹെരോദ രാജാവ്. അവൻ രാജാസനം അല്ലെങ്കിൽ രാജാ പദവി അവൻ അത്രയും മോഹിച്ചിരുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് ഇവൻ കേട്ടിട്ട് അവൻ ഭ്രമിച്ചു. അവൻ വേഗം ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെ, ശാസ്ത്രിമാരെ എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെ ജനിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അന്ന് തന്നെ മനസ്സിലായതാണ് ക്രിസ്തു ജനിക്കാൻ പോകുന്നതാണ്. ലോകരക്ഷകനായിട്ട്, രാജാവായിട്ട് ക്രിസ്തു ജനിക്കാൻ പോകുന്നു. ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരെല്ലാം പറഞ്ഞു, ബേത്ലഹേമിൽ തന്നെ, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ അങ്ങനെ ഒരു പ്രവചനമുണ്ട്. യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ മീഖ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം ദൈവത്തോട് ഈ രാജാവിനോട് പറഞ്ഞു. രാജാവ് അത് കേട്ടു. രാജാവിന് വേണമെങ്കിൽ അന്ന് തന്നെ ആ രാജാവിനെ പോയി കണ്ട് ഈ രാജാതിരാജനായി പിറന്നവനെ നമസ്കരിക്കാമായിരുന്നു. എന്നാൽ അവൻ വിദ്വാനെ രഹസ്യമായിട്ട് വിളിച്ചു, സൂത്രത്തിന് വിളിച്ചു. ഈ മഹാപുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും എല്ലാം ദൈവം വെളിപ്പെടുത്തിയതാണ്. എന്നിട്ട് അവർ അവനോട് പിന്നെ ചെയ്തത് നമുക്ക് വരും ദിവസങ്ങൾ കാണാം. ഈ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എല്ലാം അറിഞ്ഞു യേശു ജനിച്ചു എന്നുള്ളത്. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നക്ഷത്രം വെളിവായ സമയവും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. എന്നാൽ വിദ്വാൻമാർ ബേത്ലഹേമിലെത്തി. അത് കഴിഞ്ഞിട്ട് ഈ രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് ഇതിലെ വരണം, ഞാനും ചെന്ന് അവന് നമസ്കരിക്കേണ്ടത്, നിങ്ങൾ ഇതിലെ വരണമേ എന്ന് ഈ വിദ്വാൻമാരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാജാവ് അങ്ങനെ പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കെയർ, ദൈവത്തിൻ്റെ സ്നേഹം വിദ്വാൻമാരുടെ ജീവിതത്തിലും അവരനുഭവിക്കാനായിട്ട് ഇട്ട്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു. ഇവിടെ രാജകൊട്ടാരത്തിലല്ല കേട്ടോ നമ്മളെ രക്ഷിക്കുവാനായിട്ട് വന്ന പാവമില്ലാത്ത പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവ് ജനിച്ചത്. പിന്നെയോ അവൻ ഒരു സാധാരണ വീട്ടിലാണ്, ഒരു പാവപ്പെട്ട അച്ഛൻ്റെ വീട്ടിലാണ് കർത്താവ് ജനിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ അമ്മയോടുകൂടെ കണ്ടു, അവനെ നമസ്കരിച്ചു. അവർ അത്യന്തം സന്തോഷിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായതെന്ന് കാണുന്നു. എന്നാൽ ഇപ്പോൾ ഈ രാജാവിൻ്റെ ഹെരോദ രാജാവിൻ്റെ അതുപോലെ മഹാപുരോഹിതന്മാരുടെ ശാസ്ത്രിമാരുടെ ഹൃദയം എന്തായിരിക്കും? അവർ ഭയം കൊണ്ടും അവരുടെ ഹൃദയം അവർ കയ്പുകൊണ്ട് നിറഞ്ഞിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു രാജകൊട്ടാരത്തിലെ രാജകുമാരന് അർപ്പിക്കേണ്ടതായിട്ടുള്ള അതുകൊണ്ടാണ് അവർ വെറുതെയല്ല കിഴക്ക് നിന്ന് വന്നത്. അവർ കണ്ട് ഈ കൊച്ചു കുഞ്ഞിനെ അവർ നമസ്കരിച്ച് 3.5 വയസ്സ് കാണുമായിരിക്കാം. ആ കുഞ്ഞിനെ നമസ്കരിച്ചിട്ട് അവരെന്ത് ചെയ്യും? നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഒരു രാജകുമാരന് കാഴ്ചവെക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ് പൊന്നും മൂരും കുന്തിരിക്കവും. ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ അവൻ രാജാവാണ്. അവൻ പിറന്നത് തന്നെ രാജാവായിട്ടാണ്. അതിനുശേഷം അവർ സന്തോഷിച്ചു. അതിനുശേഷം വിദ്വാൻമാർക്ക് അവിടെയും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകണ്ട, വേറെ വഴിയായിട്ട് പോകണം എന്ന് പറഞ്ഞു. അവർ വന്ന വഴിക്ക് പോകരുതെന്ന് പറഞ്ഞു അവർ അങ്ങനെ വേറെ വഴിയായി സ്വദേശത്തേക്ക് പോയി. അപ്പോൾ അവർ പോയ വഴി തന്നെ കർത്താവിൻ്റെ ദൂതൻ യോസേപ്പിൻ്റെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ വേഗം എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ നിന്നോട് പറയും വരെ അവിടെ ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്ക് എന്ന് കർത്താവ് പറഞ്ഞു. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനെ യോസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് പോവുക. മിസ്രയീമിൽ നിന്ന് വന്നതാണ്, എന്നാൽ യേശുവിനോട് പറഞ്ഞു, നീ യോസേപ്പിനോട് പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് പോവുക എന്ന്. അങ്ങനെ അവൻ മിസ്രയീമിലേക്ക് പോയി. അവിടെ നമുക്ക് കാണുന്നത് യേശു ഹെരോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു എന്നും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് യെരുശലേമിൽ കരച്ചിലിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതും ഒരു ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ വളരെ കോപിച്ചു. എന്നിട്ട് വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞതാണ്, അവൻ്റെ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും 2 വയസ്സായുള്ള കുഞ്ഞ് ഹെരോദ രാജാവിന് ഭയത്തിന് കാരണമാക്കി തീർന്നു. വെറും 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ. രാജാവ് റിപ്പൻ്റ് ചെയ്യുന്ന അവര് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത് പ്രവചനമാണ്, ഇതൊരു കിഴക്കുന്ന വിദ്വാൻമാർ വന്നതാണ്. എന്നാൽ ഹെരോദ രാജാവിൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അതും ദൈവം പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം 2:17 വാക്യം നാം കാണുന്നത്, റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു, അവരില്ലായാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ അരുളിച്ചെയ്ത് അന്ന് നിവർത്തിയായി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ 2 വയസ്സും താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഹെരോദ രാജാവ് കൊന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നെയും അവൻ യേശു കർത്താവ് മിസ്രയീമിലേക്ക് പോയി. എന്നാൽ മിസ്രയീമിൽ പോയതിന് ശേഷം അതിനുശേഷം ഹെരോദ രാജാവ് മരിച്ചതിന് ശേഷം പിന്നെ യോസേപ്പിനോട് പറഞ്ഞു, നീ തിരിച്ച് ശിശുവിനെയും അമ്മയെ കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്ന് പാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ യഹൂദിയിൽ അർക്കല്യോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ പുറപ്പെട്ടു. അവൻ നസ്രയത്തിൽ പോയി. നസ്രയൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയായി. അനേക പ്രവചനങ്ങളാണ് യേശുവിൻ്റെ ജനനത്തിലും വളർച്ചയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട്? അവൻ ദൈവമായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനു വന്നു? രാജാതിരാജാവായി അവൻ ഈ ലോകത്തിൽ പിറന്നു.
എന്നാൽ കൊട്ടാരത്തിൽ അവൻ പിറക്കാമായിരുന്നു. എന്നാൽ സാധാരണക്കാരനായിട്ട് പിറന്നു. എന്തിനു വേണ്ടി? പാപികളായ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള അവൻ്റെ വളർച്ചയും പിന്നീടുള്ള യേശുക്രിസ്തുവിൻ്റെ ഏത് ദൈവമാണെന്നുള്ളതും ഉള്ളതിനെക്കുറിച്ചും നമുക്ക് വീണ്ടും ചിന്തിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. You did not speak, you made no sound. You died for your accusers, and as your blood fell to the ground, you redefined my future. And on the day that you arose, the darkness ran for cover, for the King of Kings has claimed his throne, both now until forever. Good morning, sisters. 1 John chapter 2, verses 5 and 6. But whoso keepeth his word, in him verily is the love of God perfected. Hereby know we that we are in him. He that saith he abideth in him ought himself also so to walk, even as he walked. We readily talk about how to live a godly life. We say that the best way to help others to come to know Christ is by the way we live, through our actions. But do we know how to live? 1 John chapter 2, verses 5 and 6 teaches us that according to God, if we want the love of God perfected in us, we must keep his word. In other words, it means to walk the talk. This is the only way for us to help others to truly know Christ. This isn't just for strangers, but friends and family as well. My parents have always taught me that if we even want our future generations to know Christ, we ourselves must be a living and real example for them. That doesn't mean you're perfect, or showing that you are. That is hypocrisy. For all have sinned and fallen short of the glory of God. Instead, it means that even when we fall, we run to Christ and lean on him to get back up again. If this is not evident in our lives, then how can we expect others to believe that the one true God exists and everything he has done for us? How can we expect others to believe that he loves us if we don't live as if he does? It all starts with a change in your heart. For our God is the same yesterday, today, and forever. May we sing the song together. How can I build your kingdom if I'm building my own? How can you be my treasure if I'm digging for gold? How can you be my fire if my heart has grown cold? How can you be my future if I've made this my home? How can I? How can I? I don't want the world if I don't have you. I don't want it all if it means I lose you. I've tasted and I've seen enough to know it's you I need. I don't want the world if I don't have you. If I don't have you. How can I say I need you and live on my own? How can I say I want you and never come close? How can I say I surrender and never let go? How can I say I love you to someone I don't know? How can I? How can I? I don't want the world
If I don't have you, I don't want it all. If it means I lose you, I've tasted and I've seen enough to know it's you I need. I don't want the world if I don't have you. I give you every failure, every dream and every mountain top. I give you everything I thought of me and nail it to the cross. I leave behind me what is ashes and what will be dust. All I am to you, my God, for all else will be lost. I don't want the world if I don't have you. I don't want it all if it means I lose you. I've tasted and I've seen enough to know it's you I need. I don't want the world if I don't have you. I don't want the world if I don't have you. I don't want it all if it means I lose you. I've tasted and I've seen enough to know it's you I need. I don't want the world if I don't have you. If I don't have you. May His name alone be glorified. Amen. You are worthy. You are